ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബദരീങ്ങളുടെ ഓർമ്മ വരുന്ന ഈ നേരത്ത് ബദരീങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, ഈ വിശ്വാസക്കാര് ബദരീങ്ങളുടെ ശത്രുക്കളല്ലേ? ഈ വിശ്വാസവും പേറി നടക്കുന്ന ആളുകൾ ബദരീങ്ങളുടെ ശത്രുക്കളോ മിത്രങ്ങളോ? അള്ളാനോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നല്ലൊരു മഹാത്മാക്കളോട് ചോദിക്കലാണെന്ന് ഈ ലോകത്ത് പഠിപ്പിച്ചത് ആദ്യമായിട്ട് ഇബ്ലീസല്ലേ? അതാ നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയോട് നിങ്ങൾ അള്ളാനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല, ഈ മഹാത്മാക്കളോട് ചോദിച്ചോളൂ, ഇവര് മുഖേനയാണ് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോകത്തതാ ആദ്യമായിട്ട് സൃഷ്ടിപൂജക്ക് ഉദ്ഘാടനം നടത്തുന്നു. ആ ഘട്ടത്തിലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് നബിയായി കൊണ്ടുവരുന്നു. മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കണം, മുസ്ലിമീങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. നൂഹ് നബി ഈ ലോകത്തേക്ക് നബിയായി അയക്കപ്പെടാനുള്ള കാരണം എന്താ? ഇവിടെ വ്യഭിചാരം മൂത്തതായിരുന്നില്ല, മദ്യപാനം മൂത്തതായിരുന്നില്ല, കൊലപാതകം മൂത്തതായിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് നിയുക്തനാകാനുള്ള കാരണം ഈ ലോകത്തതാ മുമ്പില്ലാത്ത ഒരു വലിയ പാപത്തിന് തുടക്കം കുറിക്കപ്പെട്ടുപോയി. അള്ളാഹുവിനോട് മാത്രം ഉയരേണ്ടുന്ന പ്രാർത്ഥനകൾ സൃഷ്ടികളിലേക്ക് തിരിക്കപ്പെടുന്ന ദുരന്തമുണ്ടായപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ടതാ ആ നാട്ടിലതാ 1 2 നൂറ്റാണ്ടുകളല്ല ദഅവത്ത് നടത്തുന്നത്. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 അമാ. ആ സമൂഹത്തിലതാ 950 കൊല്ലത്തോളം മഹാനവറുകൾ ദഅവത്ത് നടത്തി ജീവിക്കുന്നു. 950 കൊല്ലം. ഞാനും നിങ്ങളൊക്കെ ഒരാളോട് ഒരിക്കൽ വയന്ന് പറയും, ഒരിക്കൽ ഉപദേശിക്കും, കേൾക്കണില്ലെങ്കിൽ അയാളെ പാട്ടിന് വോട്ടേറി അല്ലേ? ഒരാളെ ഉപദേശിച്ചു നോക്കും, ഒരു സീഡി കൊടുക്കും, മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ, ശിർക്ക് ചെയ്യല്ലേ, വിദഅത്ത് ചെയ്യല്ലേ, തെറ്റ് ചെയ്യല്ലേ, ഹറാമ് ചെയ്യല്ലേ, കുറച്ചൊക്കെ പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ നമ്മൾ അയാളെ ഒഴിവാക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ നിരാശയില്ലാതെ റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, രാവും പകലും വ്യത്യാസമില്ലാതെ റബ്ബേ ഞാൻ എന്റെ ജനങ്ങളെ ക്ഷണിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചല്ലോ, പക്ഷേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, വിരണ്ടോട്ടമല്ലാതെ മറ്റൊന്നും എന്റെ വിളി അവരിൽ വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. നൂഹ് നബി പറഞ്ഞൊന്നും കേൾക്കാൻ ആളെ കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ ആൾക്കാരെ കിട്ടിയുള്ളൂ. കുറഞ്ഞ ആൾക്കാർ, ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആൾക്കാരെ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. നമ്മൾ മനസ്സിലാക്കണം, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട് ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ മാത്രമാണ് കിട്ടിയത്. ചില ആൾക്കാർ പറയും, നിങ്ങളെ വയലുകൊണ്ട് ആൾക്കാർ നന്നാവൂല, നാട് നന്നാവൂല, കാരണം നിങ്ങൾ വിമർശനല്ലേ, നിങ്ങൾ വെറും വിമർശനല്ലേ, എല്ലാവർക്കും അംഗീകരിക്കാവുന്ന നല്ല തഖ്വ ഇറ്റി വീഴുന്ന കാര്യങ്ങൾ പറഞ്ഞൂടെ, അതല്ലേ നല്ലത്, അതുകൊണ്ടല്ലേ ജനസമ്മതി കിട്ടൂ, അതുകൊണ്ടല്ലേ ആളുകളെ ആകർഷിക്കാൻ പറ്റൂ. ആ നയവുമായി ഇരുന്നിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടാകുമായിരുന്നോ സഹോദരാ? ജനങ്ങളുടെ മുഖം നോക്കിയിട്ട് അവർക്കിഷ്ടമുള്ളത് മാത്രം സംസാരിച്ചവരായിരുന്നു മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളുമെങ്കിൽ ഈ ലോകത്ത് ഇസ്ലാം കെട്ടുകെട്ടി പോകേണ്ടി വരുമായിരുന്നു. ഒരൊറ്റ നബിയും പിറന്ന നാട്ടിൽ ജീവിച്ച് മരിച്ചിട്ടില്ല. പല നബിമാർക്കും അതിന് സാധിച്ചിട്ടില്ല. കാരണം അവർ ജനങ്ങൾക്ക് പറ്റാത്തത് പറഞ്ഞതിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നവരായിരുന്നു. പല അമ്പിയാക്കളെയും ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിച്ചിട്ട് വധിച്ചിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാരെ കൊലക്കത്തിക്കിരയാക്കിയിട്ടുണ്ട്. ഒരുപാട് അമ്പിയാക്കന്മാർ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ജനങ്ങൾക്കിഷ്ടമുള്ള വിഷയം മാത്രം സംസാരിക്കാൻ നിന്നാൽ എന്തിന് പ്രിയപ്പെട്ടവരെ അവരിത്രമാത്രം പീഡനത്തിനിരയായി. അപ്പൊ ചിന്തിച്ചോ, സത്യം പറയുന്നിടത്ത് ആള് കുറയും. എത്ര നയത്തിലും മയത്തിലൊക്കെ പ്രസംഗിച്ചാലും ദഅവത്ത് നടത്തിയാലും ജനങ്ങളുടെ പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലക്ക് വിഷയങ്ങൾ അങ്ങ് അവതരിപ്പിച്ചാൽ ജനം വെറുക്കും, അനുകൂലികൾ കുറയും.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പടച്ചവന്റെ കാവലുള്ള പ്രബോധകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. 950 കൊല്ലം തുടർച്ചയായിട്ട് ദഅവത്തും നടത്തി. എന്നിട്ടും അതാ ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ അല്ലാതെ മഹാനായ നൂഹ് നബിക്ക് കിട്ടിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന് അത്രയെങ്കിലും ആളെ കിട്ടിയില്ലേ? മഹാനായ നമ്മുടെ നേതാവ്, ബദരീങ്ങളെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ മഹ്ശറിൽ വരുമ്പോ ചില നബിമാര് വരും, അവരുടെ കൂടെ 2 ആളുണ്ടാകും. ചില നബിമാരുടെ കൂടെ 4 പേര്, ചില നബിമാരുടെ കൂടെ 10 പേര്. ഏറ്റവും കൂടുതൽ അനുയായികളെയും കൊണ്ട് ഞാനാണ് വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.